ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ സാമ്പത്തിക അത്യാവശ്യ ഘട്ടങ്ങളിലെ ഒരു കൂട്ടുകാരൻ അല്ലേ? ബാങ്കുകൾ വളരെ സൗകര്യപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ഒരു അത്യാവശ്യ സാമ്പത്തിക ഇൻസ്ട്രുമെൻ്റ് അതാണ് ക്രെഡിറ്റ് കാർഡ്. ഷോപ്പിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ആശുപത്രി ബില്ല് ചെയ്യുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാടക അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. വളരെയധികം നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ സുഹൃത്തായി നിൽക്കുന്ന ഒരു സാമ്പത്തിക ഉപകരണം അതാണ് ക്രെഡിറ്റ് കാർഡ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു സാധനം കൂടിയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് കൂടി അറിയുക. അതെന്തുകൊണ്ടെന്നാൽ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കേണ്ട വിധത്തിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ബാങ്കുകൾ നമുക്ക് പല വിധത്തിലുള്ള ഓഫറുകൾ തരാറുണ്ട്. അതിൽ പർച്ചേസിംഗ് ഓഫറുണ്ട്, മറ്റ് ഓഫറുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈസിയായി ലോൺ ലഭിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് കൂടി അവർ പറയും. വലിയൊരു ഓഫർ പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ATM-ൽ നിന്ന് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാമെന്ന് ബാങ്കുകൾ പറയാറുണ്ട്. എന്നാൽ അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. എന്നാൽ ഇതൊരു സേവനമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം ബാങ്കുകൾ 40% വാർഷിക പലിശയാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് ചാർജ് ചെയ്യാറുള്ളത്. മറ്റു ഫീസുകൾ ഇതിന് പുറമേയും വരും. ഒരു മാസം അതായത് ഏകദേശം 3.5% പലിശയാണ് ക്രെഡിറ്റ് കാർഡുകൾക്ക് വരുന്നത്. അപ്പോൾ കണക്ക് കൂട്ടിയാൽ ഈ 10,000 രൂപ അടച്ചു തരുമ്പോൾ ഏകദേശം 14,000-15,000 രൂപയോളം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ആ നിമിഷം മുതൽ പലിശ കണക്കാക്കി തുടങ്ങും എന്നുള്ളതാണ് വാസ്തവം. ആദ്യം തന്നെ ഒരു വിഡ്രോവൽ ഫീ ഏകദേശം 500 രൂപയോളം വരുന്ന ഒരു വിഡ്രോവൽ ഫീയും വരും. ഇതിനൊക്കെ പുറമെ എപ്പോഴെങ്കിലും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ അടവ് തെറ്റിയാൽ അതിനും വളരെ വലിയ പിഴയായും വരിക. 40% വരുന്ന പലിശ ക്രെഡിറ്റ് കാർഡിന് കൊടുക്കുന്നതിനേക്കാളും ഭേദമാണ് എന്തുകൊണ്ടും പേഴ്സണൽ ലോൺ. അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് നമുക്കുണ്ടാക്കാം. അത് എല്ലാവരും ചെയ്തിരിക്കേണ്ട അത്യാവശ്യമുള്ള ഒരു സാമ്പത്തിക കാര്യമാണ്. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും മാറ്റി വെച്ചുകൊണ്ട് ഒരു അടിയന്തര ഘട്ടത്തിലേക്കുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ ഒരിക്കലും എടുക്കരുതാത്ത ഒരു വായ്പയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ATM-ൽ നിന്നുള്ള വായ്പ. പകരം എന്താവാം എന്നുള്ളതാണ് ചോദ്യം. പകരം നമുക്കൊരു പേഴ്സണൽ ലോൺ എടുക്കാം. ബാങ്കിൽ നിന്ന് തന്നെ, ഈ ക്രെഡിറ്റ് കാർഡ് തരുന്ന ബാങ്കിൽ നിന്ന് തന്നെ 12 മുതൽ 18% വാർഷിക പലിശയിൽ നമുക്കൊരു പേഴ്സണൽ ലോൺ കിട്ടും. ഇനി അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള ഒരു ഡിജിറ്റൽ ആപ്പ് വഴി നമുക്കൊരു ഡിജിറ്റൽ ലോണും എടുക്കാവുന്നതാണ്. ഏതായാലും ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പകൾ ഒഴിവാക്കുക.